എല്ലാവർക്കും നമസ്കാരം. പ്രചോദനയുടെ ഏറ്റവും പുതിയ വർക്ക്ഷോപ്പായ ദിശ എന്ന ഡയറക്ഷൻസ് ടു മൂവ് മോറിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യും. പ്രചോദന 2024 തുടക്കത്തില് പ്രചോദനം ബൈ പ്രചോദനയിൽ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യം. ഇന്നത്തെ കാലഘട്ടത്തില് അവയർനെസ്സിന് യാതൊരു കുറവുമില്ല, എക്സസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ബട്ട് awareness precedes change, implementation precedes transformation. ഞങ്ങൾക്ക് പ്രചോദനയിൽ നിന്ന് വേണ്ടത് ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി ആണെന്ന് ഒരുപാടധികം ആൾക്കാര് ഞങ്ങൾക്ക് ആ ഒരു പോളില് ഉത്തരമായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരും തന്നു. അതിൽ നിന്നാണ് ഞങ്ങള് ഇംപ്ലിമെന്റേഷൻ സ്ട്രാറ്റജി പ്രചോദനയുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കണം എന്നുള്ളത് മനസ്സിൽ ഞങ്ങൾ ഉറപ്പിച്ചത്. അൺസർട്ടനിറ്റി നമ്മൾക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഈ വർഷം ഉണ്ടാക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണത്. എന്നിരുന്നാലും 2024 അവസാനിക്കുന്നതിന് മുമ്പായിട്ട് വി ഹാവ് എ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് അവർ കമ്മ്യൂണിറ്റി. അതിൽ നിന്നാണ് നമ്മൾ ദിശ ഡയറക്ഷൻസ് ടു മൂവ് മോർ. ഫ്ലെക്സിബിലിറ്റി ആണ് നമുക്ക് ഏറ്റവും ആവശ്യം. മൂവ് ഓൺ ചെയ്യണം. ഒരു സ്ഥലത്ത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിപ്പോ ഫിസിക്കൽ ലെവലിലാണെങ്കിലും അതെ, ഇമോഷണൽ ലെവലിലാണെങ്കിലും അത്, ഇന്റലക്ച്വൽ ലെവലിലാണെങ്കിലും അത്, സ്പിരിച്വൽ ലെവലിലാണെങ്കിലും നമ്മൾ ഒരിക്കലും സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കരുത്, മൂവ് ഓൺ ചെയ്യണം. അതിനാണ് പ്രചോദന ദിശ എന്ന ഒരു ആക്രോണിമുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾക്ക് ഓരോരുത്തർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോ ആലിസ് മാഡത്തിന് കഥ പറയാനും ഇഷ്ടമാണ്. അപ്പോ ഒരു കഥ കേട്ടുകൊണ്ട് നമുക്ക് ദിശയിലേക്ക് സഞ്ചരിക്കാം. ഓവർ ടു യു മാം. താങ്ക് യു ഉഷ. ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങളെ പലരും കേട്ട് കാണുന്ന കഥയായിരിക്കാം, കേട്ടിരിക്കുന്ന കഥയാണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവും. അതൊരു വിജയത്തിന്റെ എന്താ പറയാ, ഉയരങ്ങളിലേക്ക് പറന്ന ഒരു പരുന്തിൻ കുഞ്ഞിന്റെ കഥയാണ് കേട്ടോ. അത് തന്നെയാണ് ദിശയും. ദിശ എന്ന് പറയുന്നത് നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് നമ്മൾ ഈ ദിശേനെ കാണുന്നത്. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. ഒരിക്കലും ഒരു കുഞ്ഞുകുട്ടി അവൻ്റെ വീടിനടുത്തുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കുറച്ച് പരുന്തിൻ്റെ മുട്ടകൾ കണ്ടു. അപ്പം അവനറിഞ്ഞുകൂടാ ഇത് പരുന്തിൻ്റെ മുട്ടയാണെന്നൊന്നും. അതിൽ നിന്ന് ഒരു മുട്ട എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അട വച്ചിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ആ മുട്ട കൊണ്ടുവന്ന് വെച്ചു. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞതിനൊപ്പം ഈ പരുന്തും കുഞ്ഞും വിരിഞ്ഞു. അങ്ങനെ ഇത് കോഴിക്കുഞ്ഞിന്റെ കൂടെയാണല്ലോ വളരുന്നത്. അപ്പൊ കോഴിക്കുഞ്ഞിനെ പോലെ ചിക്കി കുത്തി തിന്നാനും അതുപോലെ കോഴിക്കുഞ്ഞിനെ പോലെ ചിന്തിക്കാനും കോഴിക്കുഞ്ഞ് എന്താ ചെയ്യണേ അത് തന്നെ ഇവനും ചെയ്തു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ ഇങ്ങനെ കൊത്തി കൊത്തി തിന്നുകൊണ്ടിരിക്കുമ്പം മുകളിലൂടെ ഒരു പക്ഷി പറന്നു പോകണു. അപ്പൊ ഇതിനെ കണ്ടപ്പോ സെയിം ആൾക്കാരെ ഒരു ബന്ധം ഉണ്ടാവും എന്ന് പറയുമല്ലോ. അത് ഇതിനെ കണ്ടപ്പോ, ഈ പരുന്തിന് മുകളിൽ കൂടെ പറന്നു പോണ പരുന്തിനെ കണ്ടപ്പോ ഈ താഴെ നിൽക്കുന്ന കുഞ്ഞു പരുന്തിന് ഒരു വലിയ ആകാംക്ഷയായി. അവന് ഭയങ്കര സന്തോഷമായി അതിനെ കണ്ടപ്പോ. അപ്പൊ ചോദിച്ചു ആ പരുന്തിനോട്, നീ ആരാണ്? നിന്നെ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു, എനിക്ക് നിന്നെ പോലെ പറക്കണമെന്ന് തോന്നുകയാണ് എന്ന് പറയാണ്. അപ്പം മുകളിൽ പറക്കുന്ന പരുന്ത് കുറച്ചുകൂടി താണു വന്നിട്ട് ഇവനോട് സംസാരിക്കുകയാണ്. നീയും ഒരു പരുന്തിന്റെ കുഞ്ഞ് തന്നെയാണ്, നിനക്കും എന്നെ പോലെ പറക്കാൻ സാധിക്കും, പക്ഷെ നീ ഒന്ന് ശ്രമിക്കണമെന്ന് മാത്രം. പക്ഷെ കോഴിക്കുഞ്ഞുണ്ടോ സമ്മതിക്കുന്നു? നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. നമുക്കുള്ള കഴിവുകളൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നാൽ പോലും നമ്മൾ എന്ത് പറയും? അയ്യോ എനിക്കതിനൊന്നും പറ്റില്ല എന്ന് പറയും അല്ലേ? അതുപോലെ ഈ പരുന്തും കുഞ്ഞും പറഞ്ഞു, എനിക്കിതിന് സാധിക്കില്ല, നീയാണ് വലിയവൻ, അതുകൊണ്ട് എനിക്ക് പറക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. അപ്പൊ ഈ പരുന്ത് പിന്നെയും പറയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരങ്ങനെ തർക്കം തുടർന്ന് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പരുന്ത് പറഞ്ഞു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നീ ആ കാലൊക്കെ ഒന്ന് നിന്റെ കാലിലേക്കൊന്ന് നോക്കൂ, അതുപോലെ നിന്റെ ആ നഖങ്ങളിലേക്കൊന്ന് നോക്കൂ, നിന്റെ ബോഡിയിൽ മൊത്തം നീ ഒന്ന് നോക്കൂ, എന്നിട്ട് എന്നെ ഒന്ന് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും എന്നെ പോലെ തന്നെയുള്ള ഒരു പക്ഷിയാണ് നീ എന്നും. അങ്ങനെ നീ ഒന്ന് ആ കാല് നിലത്തുറപ്പിച്ച് ചിറകുകളൊക്കെ വിടർത്തി ഒന്ന് പറക്കാൻ അങ്ങോട്ട് ശ്രമിച്ചു നോക്ക്. അങ്ങനെ കുറേ നിർബന്ധം വന്നപ്പം ഈ പരുന്ത് വളരെയധികം നിർബന്ധിച്ചപ്പം ഈ പരുന്ത് കുഞ്ഞ് പറക്കാൻ തുടങ്ങി. അവന് ആദ്യം ഭയങ്കര വിഷമായിരുന്നു. കാരണം വെച്ചാൽ പുറത്തുനിന്ന് അവന് പേടിയല്ലേ, കോഴിക്ക് പറക്കാൻ പറ്റൂലല്ലോ. അതുപോലെയല്ലേ അവൻ നടന്നു ഇത്ര നാളും. അപ്പം അവൻ കുറച്ചങ്ങോട്ട് പൊങ്ങി കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ആത്മവിശ്വാസം തുടങ്ങി.
അപ്പൊ നമ്മളുടെ പുറകിലും ആരെങ്കിലും ഒക്കെ വേണം അങ്ങനെയല്ലേ ഒന്ന് പൊക്കിക്കൊണ്ടുവരാനായിട്ട്. അത് തന്നെയാണ് ദിശയും പ്രചോദനയും ഉദ്ദേശിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ പരുന്ത് മുകളിലോട്ട് പറന്നു പോവുകയാണ്. അപ്പൊ നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു എന്താ പറഞ്ഞ ആരെങ്കിലും ഒന്ന് തള്ളിക്കൊടുക്കണം എന്നുള്ള ചില ആൾക്കാരുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. ഉഷ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു മടിയൊക്കെ വരുമ്പം. അപ്പൊ നമ്മൾ അത് കേൾക്കാൻ തയ്യാറാകുകയാണെങ്കിൽ മാത്രമേ ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റുള്ളൂ. ഉഷ പോയി പണി നോക്കുക, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡെവലപ്മെന്റും ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ സ്റ്റാഗ്നന്റ് ആയി പോകും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഉയരങ്ങളിലേക്ക് പറക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ദിശ എന്ന വർക്ക്ഷോപ്പ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഡിറ്റക്ട് യുവർ ട്രിഗേഴ്സ്, അതൊക്കെ ഉഷ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ സെൽഫ് കെയർ, അത് നമുക്ക് എല്ലാവർക്കും വേണ്ട, നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. അതുപോലെ എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ യുവർ റെസിലിയൻസ്, നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആർക്കാ സാധിക്കുക? നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല. അതുപോലെ ഒരു ഹാർമോണിയസ്, എച്ച് ഫോർ ഹാർമോണിയസ് റിലേഷൻഷിപ്പ്, ഇതൊക്കെ ഉണ്ടായാലും ഒരു ഹാർമോണിയസ്, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളാണ് അല്ലേ, അപ്പോൾ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതെല്ലാം ഉണ്ടായാലും അഡാപ്റ്റ് വിത്ത് അവയർനെസ്, ഉഷ പറഞ്ഞു അവയർനെസ്സിന് ഇഷ്ടംപോലെ സാധ്യതകളുണ്ടെന്ന്, പക്ഷെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ആരും അതിന് തയ്യാറാവുന്നില്ല. അത് തന്നെയാണ് ഈ ദിശ വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സമാധാനപരമായ ജീവിതത്തിന്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എന്താ പറയുക, ആത്മാവിനും ശരീരത്തിനും ബോഡിക്കും മൈൻഡിനും എല്ലാം ഒരു എനർജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓരോ ഘടകവും, കാരണം ഈ DISHA എന്ന് പറയുന്ന ഓരോ ഘടകവും നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മപരിശോധനയ്ക്കും ബോഡി മൂവ്മെൻറ്റിനും അതുപോലെ നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും ഉതകുന്നതായിട്ടാണ് ഇത് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാദ്യം നമ്മൾ എന്താ വരണ്ടേ, നമ്മുടെ മാനസിക സംഘർഷങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ തന്നെ മനസ്സിലാക്കണം. അതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ മാനസിക സംഘർഷങ്ങളായിരിക്കില്ല വേറൊരാൾക്ക്. അപ്പം ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ദിശയുടെ പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുമ്പം ഓപ്ഷൻസ് കൊടുക്കും. നമുക്ക് പറ്റിയതാണ് നമ്മൾ ചെയ്യുക. ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ, ആക്ടിവിറ്റി അഡാപ്റ്റേഷനിൽ വരുമ്പം നമുക്ക് പറ്റിയതാണ് നമ്മൾ ചെയ്യുക. കാരണം എവരിബഡി ഈസ് യൂണീക്ക്. പിന്നെ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്ന പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും, യു ക്യാൻ ചൂസ് ഫ്രം ദാറ്റ്. ഇനി ഈ നമ്മൾ പറഞ്ഞല്ലോ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പ് ഈസ് വെരി ഗുഡ്. പക്ഷേ ഈ റിലേഷൻഷിപ്പിനെ ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ കൂടെ നമ്മളൊരു ബൗണ്ടറിയും കൂടി സൃഷ്ടിക്കാനായിട്ട് പഠിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളെ യൂസ് ചെയ്യും ആൾക്കാർ, നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ആണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ചേഞ്ച് ഈസ് ഇന്നെവിറ്റബിൾ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ നമ്മൾ അവിടെ സ്റ്റാഗ്നൻ്റ് ആയി പോകും. അപ്പോൾ ഇതിനെല്ലാം പ്രാപ്തമാക്കാനായിട്ട് ആണ് ദിശ നമുക്ക് അത് ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഫോമാറ്റിൽ കൂടിയാണ്. ആ ഫോമാറ്റ് ഉഷ നന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് എന്താണെന്നറിയോ, നമ്മളിതിൽ ജോയിൻ ചെയ്യണമെന്ന് നമ്മളൊന്ന് തീരുമാനിക്കണം. ഞാനിതൊന്ന് നോക്കട്ടെ, എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചിലപ്പം ഇത് മുഴുവനും ഒന്നും ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല ചിലർക്ക്, പക്ഷേ അതിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും ബെനിഫിറ്റ് കിട്ടും. പിന്നെ നമ്മൾ ഒന്നും കൂടി, നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇതെല്ലാം, നമുക്ക് എപ്പോഴാണ് പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കത് പിന്നെയും ചെയ്യാം. ഇവിടെ ഒരു ടൈം ലിമിറ്റോ, അല്ലെങ്കിൽ എല്ലാവരും ചോദിച്ചു ഇതിൻ്റെ ടൈം എപ്പോഴാണ്, സൂമിൽ എപ്പോഴാണ് കയറേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അതിനൊരു ടൈം ലിമിറ്റ് അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് തരുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അതിനൊരു മാർഗരേഖയുണ്ട്. അത് ഉഷ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ, താങ്ക് യു ഉഷ. താങ്ക് യു മാം. മാം പറഞ്ഞു കൊടുത്തത് തുടങ്ങുവാണ്. The capacity to learn is a gift. The ability to learn is a skill. The willingness to learn is a choice. ബ്രെയിൻ ഹെർബർട്ടിന്റെ ഒരു കോട്ടാണ്, അമേരിക്കൻ ഓതറാണ്. നിങ്ങൾ എല്ലാവരും, യു ഓൾ ഹാവ് മേഡ് ദ ചോയ്സ്. ഇന്നിവിടെ പങ്കെടുക്കാത്ത ഒരുപാട് പേര് ദിശ എന്ന പേരും നമ്മുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കണ്ടിട്ട് വി ആർ ഇൻ എന്ന് ഞങ്ങളോട് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പ്രചോദനയെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ആദ്യം തന്നെ ആ വില്ലിങ്നെസ്സിന് വി സല്യൂട്ട് യു. കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് ചോയ്സ് എന്ന് പറയുന്നത് ആണ് ഡിറ്റർമിൻ ചെയ്യണേ നമ്മൾ എന്താവും എന്നുള്ളത്. ഡോക്ടർ ശങ്കർറാം സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹെൽത്ത് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. പ്രചോദനയോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇവന്റ് പ്ലസ് റെസ്പോൺസ് ഈക്വൽ ടു ഔട്ട്കം എന്ന് നമ്മള് പ്രചോദനയുടെ ഒരു മോട്ടോ ആയിട്ട് നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. പ്രചോദനയ്ക്ക് ഒരു ഇവന്റ് ആവാനേ സാധിക്കുള്ളൂ. ബട്ട് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഒരു ബെറ്റർ വേർഷൻ ആയി മാറാൻ
ഈ ദിശയിലൂടെ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതിന് വി നീഡ് ടു നോ അവർസെൽഫ്. നമ്മൾ എന്താണ്, എന്റെ ട്രിഗേഴ്സ് എന്താണ്, എന്നെ പിന്നോട്ട് വലിക്കുന്നത് എന്താണ്, എന്റെ മൂവ്മെന്റിനെ തടസ്സം നിൽക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ എംപവർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് നമുക്ക് അവയർനെസ് വേണം. ആ അവയർനെസ് കൃത്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യണം. അതിന് നമ്മുടെ സോളിനെയും മൈൻഡിനെയും ബോഡിയെയും അലൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിന് നമ്മുടെ T കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദെൻ ദ ആക്ഷൻ പ്ലാൻ ദിശ. നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിന് നമ്മൾക്ക് കിട്ടുന്ന അവയർനെസ് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രോസസ് ചെയ്ത് നമ്മുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാം. മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ കംപ്ലൈന്റ് ചെയ്യാനോ കമ്പയർ ചെയ്യാനോ പോവാതെ എനിക്ക് എന്നിൽ എന്ത് ബെറ്റർമെന്റ് ഉണ്ടാവാം, എനിക്ക് എന്റെ പെർഫോമൻസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യണം നമ്മൾ ഓരോരുത്തരും. അതെപ്പോഴാ വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ദ ട്രിപ്പിൾ ഈസ് ഓഫ് അവർ ലൈഫ്. ഈ ലോകത്തേക്ക് എൻട്രി ഉണ്ട്, എക്സിറ്റ് ഉണ്ട്, നമ്മുടെ കൺട്രോളിലല്ല. ബട്ട് ഹൗ വി ആർ ഗോയിങ് ടു എൻജോയ് അവർ ലൈഫ്. എന്തുകൊണ്ട് ഈ ഡയറക്ഷൻസ് ടു മൂവ് ഒരു കമ്മ്യൂണിറ്റി ബേസിൽ നമ്മൾ ചെയ്യണു എന്ന് വെച്ചാൽ, പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ഒരു ആശയം ഞങ്ങൾ 42 മാസം മുമ്പ് തുടങ്ങുമ്പോൾ, വായന എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരുപാടധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് തരുന്ന, നമ്മളെ ബെറ്റർ വേർഷൻ ആക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഫാസ്റ്റ് ലൈഫിൽ നമുക്കത് സാധിക്കുന്നില്ല. പലപ്പോഴും പ്രചോദനം ഇങ്ങനെ ഒരു ആശയം തുടങ്ങിയപ്പോൾ ഇത് എത്ര കാലം നിലനിന്ന് പോകും എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ ചുറ്റും. എന്നാലും ഈ പ്രചോദന ബുക്ക് ക്ലബിൽ ഈച്ച് ആൻഡ് എവറി മെമ്പറിനെ ആണ് ഈ ഒരു ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ആശയം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. 1 month 1 book എന്ന് പറയുന്നത്. അതിൽ നിന്ന് എല്ലാം കിട്ടിയിട്ടുള്ള ആശയത്തിനെ ഞങ്ങൾ ഏകീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിശ എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഡൈ എം ടി എന്ന് പറയുന്ന ലാസ്റ്റ് മന്ത് ബുക്കും ആർട്ട് ഓഫ് ലേസിനെസ് എന്ന് ഈ മാസം ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കും. അതിൽ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, വാട്ട് ഇസ് ലേസിനെസ് ആൻഡ് വാട്ട് ഇസ് പ്രോക്രാസ്റ്റിനേഷൻ. നമ്മൾ പലപ്പോഴും ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല. ലേസിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുക. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് ചെയ്യാണ്ട് നമ്മൾ വേറെ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തില് നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നമ്മൾ ആരും മടി പിടിച്ചിരിക്കണില്ല. നമ്മൾ നമ്മളോട് തന്നെ ആലോചിച്ച് നോക്കുക, എത്ര നേരം നമ്മൾ വെറുതെ ഇരിക്കേണ്ടത്. ഫോണ് പോലും നോക്കാതെ നമ്മൾ വെറുതെ ഇരിക്കുന്ന എത്ര സമയമുണ്ട് നമ്മൾ നമ്മളോട് തന്നെ ആലോചിച്ചു. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടോ അറ്റ് ഈസിലോടുകൂടിയോ ഹോൾ ഹാർട്ടഡ്ലി ആണോ ചെയ്യുന്നത്? ആർ വി എൻജോയിങ് അവർ ഈച്ച് ആക്ടിവിറ്റീസ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഒരുപാടധികം സ്റ്റിമുലസ് നമ്മുടെ ചുറ്റുമുണ്ട്. ആ സ്റ്റിമുലസിനോട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ഒരു ആശയം മനോരമക്കാര് ഒരു പത്രവാർത്തയായിട്ട് ഇടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ആലിസ് മരത്തിന്റെ സഹായിയായിട്ടുള്ള മണിച്ചേച്ചിയെ പോലെ ഒരു വ്യക്തി പുസ്തകം വായിക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ എന്തുകൊണ്ട് ഒരു കാര്യം എൻജോയ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളതില് ഒരു സ്റ്റിമുലസ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ചുറ്റുമുള്ള. പക്ഷെ ആ സ്റ്റിമുലസിന്റെ വായനയോടുള്ള ക്രേവിങ്, ലൈക്ക് എന്ന് പറയുന്നത് മണിച്ചേച്ചിയുടെ റെസ്പോൺസ് വായിക്കാനും ഓഡിയോ ചെയ്ത് ഇടാനും ഞങ്ങളുടെ കൂടെ കൂടാനും ഉള്ള ഒരു ഇനി ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ. മോട്ടിവേഷൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. ഒരു ഇൻസ്പിറേഷൻ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് മണിച്ചേച്ചിക്ക് ഇതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതും പ്രചോദന എന്ന് പറയുന്ന ഹോൾ ബുക്ക് ക്ലബ് കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു വാർത്ത, 42 ബുക്ക് വായിക്കുന്ന ഒരു ബുക്ക് ക്ലബ് ഇവിടെ നിലനിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് കുറച്ചും കൂടി വായനക്കാരെ നമ്മളൂടെ ചേർക്കാൻ സാധിച്ചത്. സോ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളൊരു സിംഗിൾ റേസ് ഒരു 100 മീറ്റേഴ്സ് ഓടുന്നു, നമ്മൾ പ്രൈസ് മേടിക്കുന്നു. നമ്മളൊരു 4x100 മീറ്റേഴ്സ് റിലേ നമ്മൾ ഓടി 4 പേരും കൂടി നമ്മളത് ജയിക്കുന്നു. നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ ടീം ആ ഒരു ഒരു ഗ്രൂപ്പ് ഇവന്റ് നമ്മളൊരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നു.
നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നു, നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നു, നമ്മുടെ കൺട്രിയെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നു. നമ്മുടെ ഈ ഒരു ടീമിന്റെ വലുപ്പം കൂടുന്തോറും നമ്മുടെ ആ എൻജോയ്മെന്റും ഹാപ്പിനെസ്സും എന്തായാലും കൂടുകയുള്ളൂ. അപ്പൊ ഈ 90 days കഴിയുമ്പോൾ ആസ് എ ടീം നമ്മുടെ ബെറ്റർമെന്റിന് വേണ്ടി ഈ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 3 കിലോ നമ്മൾ തനിയെ കുറയേണ്ടതും ആസ് എ ഗ്രൂപ്പ് നമ്മൾക്കത് ഒരുമിച്ച് നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം ഇരട്ടിക്കും, എന്തായാലും 10 മടങ്ങാക്കും. ആ ഒരു ആശയം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് നമ്മൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ആ നോയിങ് ആൻഡ് എംപവറിങ് യുവർ സെൽഫ് എന്നുള്ള ആശയം കൃത്യമായി അറേഞ്ച് ചെയ്ത് അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തില് സോഷ്യൽ മീഡിയയും സൊസൈറ്റിയിൽ നിന്നും നമുക്ക് ഒരുപാടധികം അവയർനെസ് കിട്ടുന്നുണ്ട്. ഇത് എത്രത്തോളം ഓരോന്നും ശരിയാണ് തെറ്റാണ് എന്നുള്ള ഒരു അവബോധം വേർതിരിച്ചറിയുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു ബ്രോഷർ കണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇതിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസൈറ്റ് ഉള്ള വ്യക്തികളാണ്. അതാണ് പ്രചോദന. ഒരുപാട് 10 ഡിഫറെന്റ് ഫോർമാറ്റ്സിൽ നമ്മൾ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നതാണ് ഈ ഒരു വർക്ക്ഷോപ്സിനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേരള പോലീസിന്റെ ഒരു മോട്ടോ എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മൃദുഭാവേ ദൃഢകൃത്യ എന്നുള്ളതാണ്. അപ്പോ മൃദുഭാവമുണ്ട്, ദൃഢകൃത്യമുണ്ട്. നമ്മുടെ ഇമോഷൻസിൽ ഒരു മോഡറേഷനും ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൃത്യതയുമാണ് നമുക്ക് വേണ്ടത്, നമുക്ക് എക്സൽ ചെയ്യാനായിട്ട്. അവിടെ നോളേജ് എന്താണ്? നോളേജ് എന്ന് വെച്ചാൽ നോളേജ് ഉള്ളവരെ ഈ മൃദുഭാവത്തോടെ ദൃഢകൃത്യത്തോടെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോ ലോകത്തുള്ള ഒരുപാടധികം അവയർനെസ്സുകളിൽ നിന്ന് എനിക്കെന്ത് ആവശ്യമുണ്ട് എന്ന ആ സെൽഫ് ലേണിംഗ് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ നീഡ് എന്താ, എന്റെ ഇൻട്രസ്റ്റ് എന്താ, എന്റെ കൺസേൺ എന്താ, എന്റെ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ബ്രോഷർ കണ്ടപ്പോൾ ഐ നീഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് എന്ന് പറഞ്ഞ് ഇൻസൈറ്റ് ഉള്ള ഓരോരുത്തരുമാണ് പ്രചോദനം ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ ഈ അവയർനെസ് നമ്മുടെ ഉള്ളിലെ ലീഡറിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം? അതിന് സഹായിക്കുന്ന മോഡലാണ് വി നീഡ് ടു ബി അവർ ലീഡർ. ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പ് നമ്മുടെ ഉള്ളിൻ്റെ നിന്ന് വരണമെങ്കിൽ ഈ ക്യാഷ് ബോക്സ് മോഡൽ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് ഉള്ളിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തിനു വേണ്ടി, നമ്മുടെ പേർപ്പസ് ഓഫ് ഡൂയിങ് എ തിങ് എന്താണ്? നമ്മുടെ നോളേജ് ഇംപ്രൂവ് ചെയ്യാനാണോ, നമ്മുടെ സ്കിൽ സെറ്റ് ഇംപ്രൂവ് ചെയ്യാനാണോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഇംപ്രൂവ് ചെയ്യാനാണോ, നമ്മുടെ ഹാബിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാനാണോ? നമുക്ക് ഈ അവയർനെസ്സും ഇംപ്ലിമെന്റേഷനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ട് വി നോ ആൻഡ് വാട്ട് വി ഡു തമ്മിലുള്ള ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിനെ എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമോ, സസ്റ്റൈനബിൾ ആയിട്ട്, ഒരു ദിവസവും 2 ദിവസവും അല്ല. അതുകൊണ്ടാണ് കൺസിസ്റ്റൻസി ഇസ് എ കീ എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ഒരു കാര്യം നമ്മുടെ മൈൻഡിനും നമ്മുടെ ബോഡിക്കും നമ്മുടെ സോളിനും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ നോയിങ്ങും നമ്മുടെ ഡൂയിങ്ങും തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ബാലൻസ്ഡ് ഡയറ്റ് വേണം എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യം. പക്ഷെ ആർ വി ഡൂയിങ് ദാറ്റ്? ഉറക്കം വളരെ പ്രധാനമാണ് എന്ന് നമുക്കറിയാം. നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല എക്സസൈസ്, നല്ല മാനസിക ആരോഗ്യം, ഇത് നമുക്ക് ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നോയിങ് ആൻഡ് ഡൂയിങ് ഗ്യാപ്പ് കുറയ്ക്കുക. നമ്മളെല്ലാവരും ഇന്നത്തെ എന്നേക്കാളും നാളത്തെ ഞാൻ ബെറ്റർ ആവുക എന്നുള്ളതാണ് നമ്മൾ ഈ ദിശയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന അവയർനെസ്. അതിനായിട്ടുള്ള 3ാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ടീ കൺസെപ്റ്റ്. ഒരുപാട് സന്തോഷത്തോടെ പ്രചോദനം ഡെവലപ്പ് ചെയ്ത ടീ കൺസെപ്റ്റ്. കാരണം മൈ കപ്പ് ഓഫ് ടീ ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം യുവർ കപ്പ് ഓഫ് ടീ എന്ന അവയർനെസ് നമ്മൾക്ക്, മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ, ഒരു സമൂഹത്തിന്റെ ഭാഗമായി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ
നമ്മൾ ഈ ടി കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്റെ തോട്ട്, ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിന്റെ പുറകിലുള്ള എന്റെ ഇമോഷൻ എന്താ, അതിന് എന്ത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ പ്രവൃത്തി മാത്രമേ കാണുന്നുള്ളൂ, ആ പ്രവൃത്തിയുടെ പുറകിലുള്ള ആളുടെ ഇമോഷനും തോട്ടും നമുക്ക് അറിയില്ല, നമ്മൾ അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. ആ അസംഷൻ എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുള്ളൂ. അതെങ്ങനെയാ നമ്മൾ കൂട്ടുക? നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇന്റർഫിയറൻസസ് അതിൽ നിന്ന് കുറയ്ക്കണം. അതിന് വി നീഡ് ടു റീഡ് അവർ സെൽഫ് ഫസ്റ്റ്. എന്റെ ബിഹേവിയേഴ്സിന് എനിക്ക് പഠിക്കാൻ സാധിക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്താണ് എന്ന് ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു അവയർനെസ് അവിടെ തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് നമ്മളെ മനസ്സിലാക്കി നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫോണിലെ ബാറ്ററി എന്ന് പറയുന്നത് നമ്മൾ കുറയുമ്പോഴത്തേക്കും പോയി കുത്തൂ അല്ലെ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിനും നമുക്ക് എനർജി വേണം. ഇമോഷൻസ് ആണ് ആ എനർജി നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും നമ്മളത് വിചാരിക്കും നമ്മൾ പല പർച്ചേസും നടത്തുന്നത് നമ്മൾ ഭയങ്കര ലോജിക്കലി ചിന്തിച്ചൊക്കെയാണ്. പക്ഷെ പഠനങ്ങൾ പറയണ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇമോഷണലി ആണ് ഒരു കാര്യം വാങ്ങിക്കണത്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇമോഷണലി ആണോ, നമ്മുടെ ക്രേവിംഗ് ആണോ, നമ്മളെ ഹങ്കർ ആണോ നമ്മളെ ഭക്ഷണം കഴിപ്പിക്കുന്നത്? ദ ചോയ്സ് ഓഫ് ഫുഡ് വി മേക്ക്. ഈ ഇമോഷൻ എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ തോട്ട്സും നമ്മുടെ ആക്ഷൻസും നമ്മുടെ ഇമോഷൻസും അലൈൻഡ് ആയിട്ട് മൈൻഡിന് വേണ്ടിയും ബോഡിക്ക് വേണ്ടിയും സോളിന് വേണ്ടിയും നമ്മൾ ഒരു 30 മിനിറ്റ് 10 മിനിറ്റ് ഈച്ച്, കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല, 10 minutes each we are going to spend 90 days to enhance our mind, our body and our soul. നമുക്ക് ഓരോരുത്തരും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലോട്ട് ചോദിക്കാം, എന്റെ ബെറ്റർമെന്റിന് തടസ്സം നിൽക്കുന്നത് എന്താണ്? എനിക്ക് ഒരു ദിശയുണ്ട്, എനിക്ക് ഡയറക്ഷൻസ് ടു മൂവ് മോർ എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ട്, പക്ഷെ ആരെന്നെ പുറകോട്ട് പിടിച്ചു വലിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തരും ചിന്തിച്ചു നോക്കാം. ആലിസ് മാഡം നമുക്ക് അതിനെ സഹായിക്കും. ഓക്കെ, താങ്ക് യു ഷാ. ഇപ്പൊ നമുക്കൊരു അവയർനെസ് എല്ലാം കിട്ടി. നമുക്ക് അവയർനെസ് ഒക്കെ നമുക്ക് വിരൽ തുമ്പിലാണെന്ന് അല്ലേ? എന്നിട്ട് അതിനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ പോകുമ്പം നമുക്ക് എവിടെയാണ് തെറ്റുന്നത്, എവിടെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ റീസെന്റ് നമ്മൾ വായിച്ച ബുക്കിൽ കണ്ടിരുന്നു മാപ്പിംഗ് പ്ലസ് മേക്കിംഗ് പ്ലസ് മെഷിംഗ് എന്നുള്ളത്. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബുക്കിന്റെ കയറാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾ സെറ്റിംഗ് ആണ്, നമ്മളൊന്ന് മാപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ മെഷിംഗ് എന്ന് പറയുന്നത് ഈ ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചേ പോയി കഴിയുമ്പം നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഒരു തടസ്സങ്ങൾ നേരിടും. ആ തടസ്സങ്ങൾ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ സ്കിൽ സെറ്റ് നേടിയിരിക്കണം. ഏതിലാണ് തടസ്സം വരണേന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആ സ്കിൽ സെറ്റ് നേടിയിരിക്കണം. അതാണ് മെഷിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടായാലും അവസാനം മേക്കിംഗ് ഇല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ഈ മെഷിംഗ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ആ സ്കിൽസ് നേടുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് തടസ്സങ്ങൾ നേരിടും. അത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയി പോവുക. അപ്പൊ നമുക്ക് ആ തടസ്സങ്ങൾ നേരിട്ട് അതിനെ സ്കിൽ സെറ്റും ആർജിച്ചു കഴിഞ്ഞിട്ട് വേണം മേക്കിങ്ങിലേക്ക് പോകാനായിട്ട്. ആ മേക്കിംഗ് എന്ന് പറയുന്നതാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ എല്ലാം ചെയ്തിട്ട് ആക്ഷനിലേക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അപ്പൊ ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ദിശയുടെ ഉദ്ദേശം. അപ്പൊ അവിടെ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ കുറേ തടസ്സങ്ങൾ വരും. ഒരു നോർമലായിട്ട് കുറേ തടസ്സങ്ങൾ നമ്മളൊന്ന് ജനറലൈസ് ചെയ്ത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം എല്ലാം ഓരോരുത്തർക്കും ഉഷ പറഞ്ഞ മാതിരി ഓരോരുത്തരും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഓരോരുത്തർക്കും വരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ അവർ പുറകോട്ടേക്ക് ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ചിലപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിൽ സപ്പോർട്ടില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എന്നെ പിന്നോട്ട് വലിക്കുന്ന കാര്യമായിരിക്കില്ല ഉഷയെ പിന്നോട്ട് വലിക്കുന്നത്. അപ്പം അത് നമ്മൾ കണ്ടെത്തി അതിനവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഈ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയാം.
ഒരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് എന്താണ്? അതെ, നിങ്ങൾ ഓരോരുത്തരും പിന്നോട്ട് വലിക്കുന്ന അതന്നെ. ഒരു കാര്യം നമുക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. ഇല്ല, ആരെയും ഒന്നും പുറകോട്ട് അപ്പൊ വലിക്കുന്നില്ല. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇനിയിപ്പോ ഇത് ആ. പറയുമ്പോൾ അവർക്ക് ചിലപ്പോ ഒരു ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് പറഞ്ഞോളൂ. ഞാൻ ഫുള്ള് സെഷൻ കേട്ടില്ല, ആ. ഇപ്പൊ ജോയിൻ ചെയ്തോളൂ. എന്നാലും എനിക്കിപ്പോ ഈ പിന്നോട്ട് വലിക്കണ ചോദിച്ചപ്പോ മോനുണ്ട് അടുത്ത്, ചോദിച്ചപ്പോ എനിക്ക് തോന്നിയ കാര്യം നമ്മുടെ ടൈം മാനേജ്മെന്റ് ആ. നമ്മള് ഡെലിഗേറ്റ് ചെയ്യാൻ പറയുമ്പോഴേ അതെ. പിടിച്ചാലും മീറ്റിംഗില്ല, നമ്മള് ഡെലിഗേറ്റ് ചെയ്യാൻ പറയുമ്പോ ആ ഡെലിഗേറ്റ് ചെയ്താലും അവരെ അത് മോണിറ്റർ ചെയ്യാൻ നമ്മൾ പിന്നെ നടക്കുമ്പോ നമ്മുടെ ടൈം കുറെ പോകുന്നുണ്ട്. അപ്പൊ അത് അതിന് പകരം നമ്മൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോ ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട്, എന്റെ പേഴ്സണൽ പ്രശ്നം. ഓക്കെ താങ്ക് യു. അത് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറയുമ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും അതിനകത്ത്. അതെ, ഓക്കെ. ലാലി മാം ഇട്ടിട്ടുണ്ട്, നാളെ ആകട്ടെ എന്ന് പോസ്റ്റ്പോൺ ചെയ്യുന്ന പ്രവണത, പ്രോക്രാസ്റ്റിനേഷൻ. പ്രോക്രാസ്റ്റിനേഷൻ. ഓക്കെ. വേറെ ആരെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആണ്. ചെയ്ത് തുടങ്ങും, പിന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാറില്ല. വെരി ട്രൂ സർ. കാരണം നമ്മൾ പറയും 3 ടൈപ്പ് ഓഫ് ആൾക്കാരല്ലേന്ന്. ചിലവര് ചിന്തിക്കുക പോലും ഇല്ല, ചിലവര് തുടങ്ങും പക്ഷെ അവസാനിപ്പിക്കില്ല. പക്ഷെ 1% ഓഫ് ആൾക്കാരേ ഉള്ളൂ തുടങ്ങും, കൃത്യമായിട്ട് കൺസിസ്റ്റൻസിയിൽ ചെയ്യും, അത് വിജയകരമായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യും. എല്ലാവർക്കും സാധിക്കില്ല. അത് സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അത് സാധ്യമാക്കണം അല്ലേ? ഇപ്പൊ ഒരു ജനറൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ലേസിനെസ്സും പ്രോക്രാസ്റ്റിനേഷനും ഒക്കെ ഒന്ന് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ലേസിനെസ് എന്ന് പറയുന്നത് ഒരു പ്രോക്രാസ്റ്റിനേഷൻ്റെ വേറൊരു ഭാഗമാണ് ഈ ലേസിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലേസിനെസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക? നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവും, അതുപോലെ നമ്മൾ സ്റ്റാഗ്നൻ്റ് ആയി പോകും ചില സമയങ്ങളിൽ, അതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും. ലേസിനെസ്സും കൊണ്ട് നമ്മൾ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആയില്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ശരിക്കും ഉണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് വരുന്നത് ഈ ലേസിനെസ് കൊണ്ടാണ്. പിന്നെ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് സ്ട്രെയിൻ ചെയ്യും ഈ ലേസിനെസ് കൊണ്ട്. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഒരാൾ ക്ഷമിക്കും, നമ്മുടെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. കുറച്ച് നാൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുമോ? നമ്മുടെ റിലേഷൻഷിപ്പ് സ്പോയിലാവും. ഇപ്പം ഞാനും ഉഷയും കൂടിയുള്ള റിലേഷൻഷിപ്പിൻ്റെ ബേസ് ചെയ്തൊക്കെയാണ് ഞാൻ പറയുന്നത്. എന്നോട് ചിലപ്പോൾ 2 പ്രാവശ്യം പറയും, 10 പ്രാവശ്യം പറയാൻ ഉഷയ്ക്ക് പറ്റില്ലല്ലോ. ഞാനാണെങ്കിലും അങ്ങോട്ട് അങ്ങനെ തന്നെ. അപ്പം എന്താ? അപ്പോൾ ആ റിലേഷൻഷിപ്പ് അവിടെ സ്ട്രെയിൻ ആയി പോവും. ഇപ്പം ഞങ്ങളോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെയാണ് ഇതിങ്ങനെ നിങ്ങൾ ഒരുമിച്ച് പോകുന്നതെന്ന്. അപ്പോൾ റിലേഷൻഷിപ്പ് സ്ട്രെയിൻ ആവണമെങ്കിൽ ഈ ലേസിനെസ് ഒന്നാമത്തെ ഒരു കാരണമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷനും ഉണ്ട്. ക്ലിയർ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന്. അതുപോലെ തന്നെ ഈ റിവാർഡ് യുവേഴ്സെൽഫ്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് റിവാർഡ് ചെയ്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പം ഒരു 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 കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടൂലേ? നമുക്ക് തന്നെ ഒന്ന് റിവാർഡ് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് തോളത്ത് തട്ടാനായിട്ട് നമുക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ലേസിനെസ് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഫെയിലിയർ. ഇത് ഒരുപാട് ആൾക്കാരിൽ വരണതാണ്, ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു തോന്നൽ. ആ ഫിയർ ഓഫ് ഫെയിലിയർ ഉള്ളത് മിക്കവരും ഈ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഫിയർ ഓഫ് ഫെയിലിയർ കുറേ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും പെർഫെക്ഷനിസ്റ്റ് ഒന്നും ആവണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്തിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുക. അതുപോലെ തന്നെ അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യാന്ന് പറയാമോ? ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഉള്ള ആൾക്കാർ ചലഞ്ചസിനെയൊക്കെ അവോയ്ഡ് ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചലഞ്ചസിനെ അവോയ്ഡ് ഞാനും ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഒക്കെ. പക്ഷേ ഫിയർ ഓഫ് ഫെയിലിയർ കൊണ്ടല്ല കേട്ടോ. ഫിയർ ഓഫ് ഫെയിലിയർ ഒരു കാരണമാണ്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കൊരു തോന്നൽ വരുന്നതും ഈ ഫിയർ ഓഫ് ഫെയിലിയർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം ഒക്കെ നമുക്ക് കുറഞ്ഞു പോകും.
ഈ ഫിയർ ഓഫ് ഫെയിലിയർ വന്നാൽ. പിന്നെ അപ്പൊ നമുക്ക് അതിന് നമുക്ക് റീഫ്രെയിം ചെയ്യാതെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് റീഫ്രെയിം ചെയ്തിട്ട് അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്താൽ അത്രയും ഫിയർ ഓഫ് ഫെയിലിയർ വരില്ല. അതാണ് ഈ നമ്മളെ തന്നെ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നത്. ഈ ഡൈ എം ടി എന്ന് പറഞ്ഞ ബുക്കിലെ ഒരു സെന്റൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് യുവർ ഓൺ സ്വീറ്റ് സ്പോട്ട്. നമ്മുടെ ഉള്ളിലൊരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. നമ്മുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ ആ കഴിവുകൾ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ നമ്മൾ വേറൊരാളായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു അവയർനെസ് കിട്ടും. അപ്പോൾ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ടാസ്കൊക്കെ ചെയ്യുക. അപ്പോൾ ഫിയർ ഓഫ് ഫെയിലിയർ വരില്ല. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടേക്ക് സപ്പോർട്ട്. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഒരു PPT ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ. ഇത് ഉഷയുടെ ക്രിയേഷനാണ് കേട്ടോ. അപ്പം ഞാൻ ഉഷയോട് പറയുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, എനിക്കൊന്ന് ഉണ്ടാക്കി തരുമോ ഉഷ എന്ന് നേരത്തെ പറഞ്ഞാൽ ആ ടൈം ഉണ്ടെങ്കിൽ ഉഷ എനിക്ക് ചെയ്തു തരും. അപ്പം ഞാൻ സപ്പോർട്ട് എടുക്കാനായിട്ട് മടി കാണിക്കുന്ന ആളാണ്. അപ്പോൾ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവില്ല നമുക്ക്. പിന്നെ അടുത്തതാണ് ഇഗ്നോറൻസ്. അപ്പം ഈ ഇഗ്നോറൻസ് ഉള്ള ആൾക്കാരുടെ ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും. കാരണം അവർക്കറിയാൻ വയ്യ. അതിപ്പോൾ ഒരുപാട് സഞ്ചരിക്കാത്ത ഒരാൾക്കാർ ഒക്കെ എന്തെങ്കിലും ഒരു കൾച്ചറിനെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും, ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത് മറികടക്കാനായിട്ട് നമ്മളുടെ വായന, നമ്മൾ സഞ്ചരിക്കണമെന്നൊന്നുമില്ല. എല്ലാവർക്കും ട്രാവലിംഗ് ഒരുപാട് പറ്റില്ല. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും, അവിടുത്തെ കൾച്ചർ മനസ്സിലാവും. അപ്പം ആ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മാറ്റിയെടുക്കണം നമ്മുടെ ജീവിതത്തിൽ. അപ്പം ഇഗ്നോറൻ്റ് ആയിട്ടുള്ളവർക്ക് ഒരു പുവർ ഡിസിഷൻ മേക്കിങ്ങും ആയിരിക്കും. അവർക്ക് കഴിവുണ്ടാവില്ല ശരിക്കും ഡിസിഷൻ എടുക്കാനായിട്ട്. അത് ഓവർകം ചെയ്യാനായിട്ട് ഒറ്റ മാർഗമേ ഉള്ളൂ, ഗെറ്റ് നോളജ്, സീക്ക് നോളജ്. അതുപോലെ അതിനൊരു ക്യൂരിയോസിറ്റിയും വേണം അത് ചെയ്യാനായിട്ട്. ഇപ്പം മണിയുടെ കാര്യം പറഞ്ഞല്ലോ, മണിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ കൂടെ എന്തോരം സെർവൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തോരം സഹായികൾ എൻ്റെ ഓരോ സമയങ്ങളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും, എൻ്റെ വീട്ടിൽ അന്നും ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ആരും ഇതിലോട്ടൊന്നും വന്നില്ല. ആ ക്യൂരിയോസിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണത്. ആ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബുക്ക് നമ്മൾ ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ ഹെഡിങ് നോക്കണം ഞാനല്ല, മണിയാണ്. ഈ ബുക്ക് ഉണ്ടല്ലോ മലയാളമാണെങ്കിൽ. അപ്പോൾ അത്രയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ക്യൂരിയോസിറ്റി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അതിനും നമ്മുടെ സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിക്കണം. ഇതിന് വായനയിലായിരിക്കണം എന്നില്ല ചിലർക്ക്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ബിക്കോസ് യു ആർ ഡിസ്ട്രാക്റ്റഡ്. ഇന്ന് ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് സംഗതികൾ നമ്മുടെ കയ്യിലുണ്ട്, ഇല്ലേ? ആ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സംഗതികൾ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ടൈം ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ജോലി ചെയ്ത കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഇപ്പോൾ സാറ് പറഞ്ഞ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യാതിരിക്കുക, ഹാഫ് ഹസാർഡായിട്ട് ചെയ്യുക. അപ്പോഴൊക്കെ അതൊക്കെ ഡിസ്ട്രാക്ഷനാണ്. എന്തിനാണ്? നമ്മളൊന്ന് ഗോൾ സെറ്റിംഗ് ആണ് അതിന് ആദ്യം വേണ്ടത്. ഈ ഡിസ്ട്രാക്ഷൻ മാറ്റാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഗോൾ സെറ്റിങ്ങും ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഡിസ്ട്രാക്ഷൻ ഉണ്ടായാൽ എന്താ പ്രശ്നമെന്നറിയോ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറഞ്ഞു പോകും. നമ്മൾ വർക്ക് ചെയ്യണോടത്തിൽ നമുക്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താഴോട്ട് പിന്തള്ളപ്പെടും. അപ്പോൾ അതിനൊക്കെ ഈ ഡിസ്ട്രാക്ഷന് എതിരായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഓർഗനൈസ് ചെയ്യുക. പിന്നെ ആദ്യം പറഞ്ഞില്ലേ, ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യുക. ആ ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്തിട്ട് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ തീർത്തില്ലെങ്കിൽ ഞാൻ അടുത്ത വർക്കിലേക്ക് പോകുന്നു ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ. ടൈം മാനേജ്മെന്റ് ഇത് പറഞ്ഞു പോയാൽ മതി. കൂടി ഇപ്പൊ പറയണ്ട. ഓക്കെ, ഇനി അടുത്തത് പ്രോകാസ്റ്റിനേഷൻ ആണ്. അത് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതാണ് അല്ലേ, ഹാബിറ്റ് ഓഫ് ഡിലേയിങ് ആണത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡെഡ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഓക്കെ, നമ്മുടെ ഡെഡ് ലൈൻ നമ്മൾ കടക്കില്ല, അതുകൊണ്ടാണ് ഈ പ്രോകാസ്റ്റിനേഷൻ വരുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് മോശമായിട്ട് തീരും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നോ ആക്ഷൻ ഒൺലി തിങ്കിങ്. അതിപ്പോൾ ഉഷ പറഞ്ഞു കഴിഞ്ഞു, 2 തരത്തിലുള്ള ആൾക്കാരുണ്ടെന്ന്. ഒന്ന് വെറുതെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഒന്ന് വിത്തൗട്ട് തിങ്കിങ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. ഇത് രണ്ടും കൂടി വന്നാൽ മാത്രമേ നമ്മുടെ ജീവിത വിജയം നേടാൻ സാധിക്കൂ. അപ്പൊ ആക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. തിങ്കിങ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ യു ഹാവ് ടു പുട്ട് ഇൻ ടു ആക്ഷൻ. ഓക്കെ, ഓർ ടു ഉഷ. ഓക്കെ മാം, അതാണ് നമ്മുടെ ഇന്റർഫിയറൻസസ് എവിടെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്, ഈ ഓപ്ഷൻസിൽ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്നില്ലെങ്കിൽ ലേണിംഗ് സോണിൽ അല്ലെങ്കിൽ ഗ്രോത്ത് സോണിലുള്ളവരാ.
കംഫർട്ട് സോണിൽ ഇരിക്കുന്നവരും ഫിയർ സോണിൽ ഇരിക്കുന്നവരും പ്രചോദനം ഇപ്പൊ കേൾക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ലേണിംഗ് സോണിലും ഗ്രോത്ത് സോണിലും ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും എങ്ങനെ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്ക് എത്തിക്കാൻ സാധിക്കും? അതിന് ആലിസ് മേഡം നേരത്തെ പറഞ്ഞതുപോലെ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും 24 hours തന്നെയാണ് ഉള്ളത്. ആ 24 hours നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഒരുപാടധികം കാര്യങ്ങളിൽ, ഡെയിലി ആക്ടിവിറ്റീസിൽ നമ്മൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് വെരി അർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഡിലേ ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് ആക്ടിവിറ്റി മാത്രമല്ല കേട്ടോ, പല ഡിസിഷൻസ് വരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പലപ്പോഴും പല കാര്യങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾക്ക് അഭിപ്രായം കൂടി പറയേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പല കാര്യങ്ങളും നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മൾ തന്നെ, നമ്മളിലൂടെ തന്നെ ചെയ്യണം എന്ന ഒരു ധാരണ മാറി നമ്മുടെ നെറ്റ്വർക്കിൽ വിശ്വസിക്കാമെങ്കിൽ, നമുക്ക് ട്രസ്റ്റ് ചെയ്യാമെങ്കിൽ, കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഡെയിലി ചെയ്യേണ്ട അവയർനെസ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു 4 കോളത്തിലേക്ക് സെറ്റ് ചെയ്യാമെങ്കിൽ, മാഡം ഉഷ, ഓക്കെ. അപ്പൊ 4 അറേഞ്ച്മെന്റ് പറയട്ടെ. അപ്പൊ നമുക്ക് ഞാൻ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം. ഓക്കെ ഉഷ. അപ്പൊ ഇത് 4 കോളം നമുക്ക് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കോളങ്ങളാണിത്, അല്ലേ? ഇത് കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഈ 4 കോളത്തിലായിട്ട് നമ്മൾ ചെയ്യണമെന്നുള്ളത്. ആദ്യത്തെ കോളം എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി അർജന്റ്, നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ നോക്കിയപ്പം ഇന്നലെ വെറുതെ ഒരു യൂട്യൂബ് വീഡിയോ കാണുമായിരുന്നു. അപ്പം നമ്മുടെ സിദ്ധ് വാര്യർ പറഞ്ഞൊരു കാര്യമാണ്. ഉഷ, സ്ലൈഡ് ചേഞ്ച് ആയി. അപ്പം അതിൽ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് ആരാ? വേറൊരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അത് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. മ്യൂട്ടായ മൈക്ക് മ്യൂട്ടായ ആലിസ് മാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഇമോഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇമോഷൻസ് അത് ആര് ചെയ്യണം? ആരത് റെഗുലേറ്റ് ചെയ്യണം? നമ്മൾ തന്നെ ചെയ്യണ്ടേ നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യണത്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ആങ്കർ. ഏത് ഇമോഷനാണെങ്കിലും കൂടുതലായിട്ട് നമ്മൾ പ്രകടിപ്പിച്ചാൽ. അപ്പം നമ്മുടെ ഇമോഷൻസ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ലിംബിക് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഇമോഷൻസ് അത് പ്രീഫോണ്ടൽ കോർട്ടക്സിൽ വരുമ്പോഴാണ് നമുക്കൊരു അവയർനെസ് കിട്ടുന്നത്. ആ അവയർനെസ് കിട്ടുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ആ ഫീൽ ചെയ്യണത് എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല, അത് സബ്ജക്റ്റീവ് അല്ലേ. ഒരാൾക്ക് ചിലപ്പം ആ ഒരു ദേഷ്യം വരുമ്പം മാനിപ്പുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കതിനെ റെഗുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷെ ചിലർക്ക് അത് ഈസി ആയിരിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിന് അവെയർ ആവണം. എനിക്ക് ഈ ഇമോഷൻ ദേഷ്യം ഉണ്ടെന്ന് അവെയർ ആവണം. അതുപോലെ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ ആക്ഷനിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ ആക്ഷനിലേക്ക് റെഗുലേറ്റ് ചെയ്ത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം. അപ്പം അത് ആ 3 പ്രോസസ്സും നമ്മുടെ ബ്രെയിനിൽ തന്നെയാണ് നടക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. അതിനൊരു ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ് ഒക്കെയാണ് നമ്മുടെ ദിശയിലോട്ട് വരുന്നത്. അത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള ട്രെയിനിങ്. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് അർജന്റ്. സ്ലൈഡ് മാറിപ്പോയി. ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് അർജന്റ്. അതിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ടാർജറ്റ് വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടാർജറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ സ്കിൽസൊക്കെ നേടിക്കഴിഞ്ഞിട്ട് നമ്മുടെ റെസ്യൂമെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഈ വർക്ക് ഇട്ടിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനല്ലല്ലോ പോകേണ്ടത്. കാരണം നമ്മൾ പുതിയൊരു ജോലി അപ്പം അന്വേഷിക്കുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് റെസ്റ്റ് ടൈം കിട്ടുമ്പോൾ അത് ഡിലേറ്റ്, നമ്മുടെ റെസ്യൂമെ കറക്റ്റ് ആക്കാനായിട്ട് നമുക്ക് സമയം കിട്ടും. അപ്പം നമ്മൾ ചെയ്യാം. ഇനി അടുത്ത് തന്നെ വെച്ചാൽ നോട്ട് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻറ്റ്. അത് നോട്ട് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജൻ്റ് ആണ്. നമുക്കൊരു ആനുവൽ ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ വിചാരിച്ചോ, അപ്പം നമുക്കത് അർജൻറ്റാണ് അല്ലേ, കാണണം. പക്ഷേ നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാം
അല്ലേ? നമ്മളൊരു അർജന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഡോക്ടറെ വിളിച്ച് ഡോക്ടറുടെ ഓഫീസിൽ വിളിച്ച് ഒരു അപ്പോയിൻമെന്റ് ശരിയാക്കി തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ഫ്രണ്ടിനോട് ചോദിക്കാം, ഒരു ഫാമിലി മെമ്പറിനോട് ചോദിക്കാം, അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുകയും ചെയ്യും, നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടി, നമുക്ക് ഡോക്ടറെ കാണുകയും ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ചില എക്സാമ്പിൾ എടുത്തു മാത്രമേ ഉള്ളൂ. പിന്നെ നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ്. ഒരുപാട് വാട്സാപ്പ് മെസ്സേജുകൾ നോക്കി നമ്മൾ വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. മുകളിൽ ഞെക്കിയിട്ടാണ് ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലേ? ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പല ഗ്രൂപ്പിൽ നിന്നും കടന്നു പോരാൻ പറ്റാത്ത ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമില്ലാത്ത മെസ്സേജുകളാണെങ്കിൽ അപ്പോൾ ഉടനെ ഞാൻ വായിക്കാൻ നിൽക്കാറില്ല. അതുപോലെ നമുക്ക് ലോട്ട് ഓഫ് ഇമെയിൽസ് യു വിൽ ഗെറ്റ്. അപ്പോൾ ആ ഇമെയിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഇമെയിൽ ആയിരിക്കുന്നില്ല, അത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അത് ഈ ഇമെയിൽ ഡിലീറ്റ് ചെയ്യാനാണെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ മോളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മോളെ ഏൽപ്പിക്കാം, ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു തരുമെന്ന്. അപ്പം നമുക്കത് വേറൊരാളെ ഏൽപ്പിക്കാവുന്ന ജോലിയും കൂടിയാണത്. അതിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഈ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. യു ഹാവ് ടു അറേഞ്ച് ഇറ്റ് കെയർഫുള്ളി. ഓക്കെ ഉഷ? ഉഷ, ഞാൻ പറയണോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡിറ്റക്ട് യുവർ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞു, അല്ലേ? അത് ട്രിഗേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഹാർമണൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ 4 കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു ഫ്ലൈ വിത്ത് ദിശ വിത്ത് വിങ്സ്. എന്ന് വെച്ചാൽ നമ്മുടെ പരുന്തിൻ കുഞ്ഞിനെ പോലെ പറക്കണമെങ്കിൽ, പരുന്തിൻ കുഞ്ഞ് കണ്ടുപിടിച്ചു, അല്ലേ? പരുന്ത് പറഞ്ഞപ്പം അവൻ വെറുതെ ഇരുന്നൊന്നുമില്ല. അവൻ്റെ കാലിലോട്ട് നോക്കി, കയ്യിലോട്ട് നോക്കി, ചിറകിലോട്ട് നോക്കി പറക്കാനുള്ള സംഗതികൾ അവൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അത് സ്ട്രെങ്തൻ ചെയ്തു. അവൻ എന്താണ് അതിനെ ട്രൈ ചെയ്തപ്പോഴാണ് അത് മുകളിലോട്ട് പൊങ്ങിയത്. പിന്നെ അവൻ ട്രൈ ചെയ്യുക മാത്രമല്ല, അവൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവൻ മുകളിലോട്ട് പൊങ്ങി പോയി. കാരണം വെച്ചാൽ നമ്മളിവിടെ ദിശ എന്നൊരു പരിപാടി, നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു 90 days പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് പിടിച്ചിട്ട് അതിൽ നമ്മുടെ മനസ്സും അതുപോലെ നമ്മുടെ ശരീരവും അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള സംഗതി ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനൊരു പ്രയോജനമില്ല, അല്ലേ? നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂല. പിന്നെ ഇതൊരു ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ ആ ഹാർമണൈസേഷൻ നമുക്ക് വരും. എല്ലാവരും കൂടി ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് ആ ഗ്രൂപ്പിൽ ഇടാം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇടയ്ക്ക് നമ്മളൊന്ന് ഒരു ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാൻ ഇന്നത് ചെയ്തു, ഇന്നത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ആ ഹാർമണൈസ് ചെയ്യുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 90 ഡേയ്സിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് വേണം. ഓക്കെ, ഇനി എങ്ങനെ അഡാപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അടുത്തത്. ഈ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരണം. ഇത്രയും നേരം പറഞ്ഞ എന്താ, നമ്മൾ അവയർനെസ് കിട്ടി, അറേഞ്ച് ചെയ്തു, നമ്മുടെ ആ 4 കോളത്തിൽ വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തു, എന്നിട്ട് നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരണം. ആക്ഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. എങ്ങനെ ആക്ട് ചെയ്യണം? ASAP എന്ന് പറഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ. നമ്മൾ ഈ 90 ഡേയ്സിൻ്റെ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യത്തെ 10 ദിവസം എനിക്ക് വെറുതെ ഇരിക്കാം, എന്നിട്ട് 11ാമത്തെ ദിവസം ഞാൻ തുടങ്ങാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ ദിവസത്തെ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ടാർഗറ്റ് വെക്കുക, ഒരു ടൈം മാനേജ്മെൻറ്റ് ടൈം ടേബിൾ വെക്കുക. അങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവുള്ളൂ. പിന്നെ ഒരു ദിവസമോ 2 ദിവസമോ ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മൾ ചെയ്താൽ അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ അതിൽ ആക്ഷനിലേക്ക് വരണം. പിന്നെ ആസ് സ്കിൽഡ് ആസ് പോസിബിൾ. അടുത്തത് ASAP, ഹൗ ടു ആക്ട്. ഇപ്പം നമ്മൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചാൽ ഡിറ്റക്ട് ചെയ്തു എന്ന് വെച്ചാൽ ട്രിഗേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്തു. അല്ലെങ്കിൽ ഈ 10 നമുക്ക് ഓരോ കാര്യത്തിനും, കാരണം വെച്ചാൽ ബോഡിക്കും മൈൻഡിനും സോളിനും ഉതകുന്നതായ ആക്ഷൻസ് ആണ് നമ്മൾ തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ആക്ടിവിറ്റീസാണ് തരുന്നത്. അതിൽ നിന്ന് നമുക്ക് പറ്റിയത് നമ്മൾ ചൂസ് ചെയ്യണം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിനകത്ത് എല്ലാം ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 10 ആക്ടിവിറ്റി തരികയാണെങ്കിൽ അതിനകത്തുനിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ അത് ആക്ട് ചെയ്ത് തുടങ്ങണം. പിന്നെ ARR എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് ഇതും. അതൊരു റിവിഷനായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് ഈ ആക്ഷൻസ് റിവൈസ് ചെയ്യണം. അതുപോലെ റീവൈൻഡ് ആണ്, എന്താ റിവ്യൂ ചെയ്യണം. ചെയ്തോ എന്നുള്ളത് റിവ്യൂ ചെയ്യണ്ടേ. റിവ്യൂ ചെയ്യണമെന്നാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലേ?
നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിവ്യൂ ചെയ്യണതിനാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അത് കൃത്യമായി ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട്, അഡാപ്റ്റേഷൻ കൃത്യമായി ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയപ്പോ പറഞ്ഞു ഈ ഒരു ചോയ്സിന്റെ കാര്യം. പ്രചോദനയ്ക്കും ദിശയ്ക്കും ഒരു ഇവന്റ് ആവാനേ സാധിക്കുള്ളൂ. നമ്മൾ ഓരോരുത്തരും, കാരണം ഞാനും ആലിസ് മാഡും ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങളും ഇതിന്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യും. നമ്മൾ ഓരോരുത്തർക്കും എത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ട് we are able to make the choice to take chance. If you want anything in life to change, with credibility, confidence and consistency, ഈ 6 Cകള് നമ്മൾ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് പ്രചോദനം പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. വലിയൊരു ലോകം മുഴുവൻ നന്നാവാനായി ചെറിയൊരു സൂത്രം ചെവിയിലോതാഞ്ഞ സ്വയം നന്നാവുക. നമുക്ക് നമ്മളെ മാത്രമേ നന്നാക്കാൻ സാധിക്കുള്ളൂ. അതിന് we need to know our potential and interference. കൂടാതെ we need to accept the T concept. എന്നിട്ട് നമുക്ക് കിട്ടുന്ന അവയർനെസ് കൃത്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് അറേഞ്ച് ചെയ്ത് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ദിശ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് 90 days പെർ ഡേ നമ്മൾ 30 മിനിറ്റ് 30 രൂപയാണ് നമ്മൾ നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ വി നീഡ് ടു അപ്ഡേറ്റ് അവർ സെൽഫ്. അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പ്രചോദന ബുക്ക് ക്ലബ്ബ് പോലെ നമ്മുടെ ബോഡിയെയും നമ്മുടെ മൈൻഡിനെയും നമ്മുടെ സോളിനെയും ഒരു ബെറ്റർ വേർഷൻ ആകാൻ ദിശയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രചോദന സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് പേഴ്സണൽ വെൽനെസ്, വി സ്റ്റാൻഡ് ഫോർ മെന്റൽ ഹെൽത്ത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് തന്നെ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് വെൽ ബീയിങ് വേർ ദ ഇൻഡിവിജ്വൽ റിയലൈസസ് ഹിസ് ഓർ ഹെർ ഓൺ എബിലിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ത്രെട്ട്, നമ്മുടെ എബിലിറ്റീസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം. ആൻഡ് വി നീഡ് ടു കോപ്പ് അപ്പ് വിത്ത് അവർ ഡെയിലി സ്ട്രെസ്സസ്. ഇത് രണ്ടും സാധിച്ചാൽ വി ക്യാൻ വർക്ക് പ്രൊഡക്റ്റീവ്ലി ആൻഡ് ഫ്രൂട്ട്ഫുള്ളി. അടുത്തതാണ് അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിൽ നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഹൗ വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ കമ്മ്യൂണിറ്റി. നമ്മൾ ബുക്ക് ക്ലബിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ സ്വന്തം ഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഒന്നുകൂടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള സ്വജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ സഹജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പരജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ബഹുജനങ്ങൾക്ക് വേണ്ടി, സർവജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആ ഒരു പേർപ്പസ് ഓഫ് ആക്ഷന്റെ സർക്കിള് എക്സ്പാൻഡ് ചെയ്ത് we can enjoy the life. 100 meters race തനിയെ ഓടി ജയിക്കുന്നതും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ ദിശയെ റെപ്രസെന്റ് ചെയ്ത് ഒരുമിച്ച് ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ സാധിക്കുക. തീർച്ചയായിട്ടും അതില് എൻജോയ്മെന്റ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടധികം ഗെയിമിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു ആശയത്തിലേക്ക്, ഒരുമിച്ചുള്ള ഈ ഒരു ഡയറക്ഷൻസ് ടു മൂവ് മോറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വിത്ത് ദാറ്റ് നോട്ട് ഐ ഇൻവൈറ്റ് നമ്മളെ കേട്ടുകൊണ്ടിരുന്ന ഡോക്ടർ ശങ്കർ റാം സാർ ഉണ്ട് നമ്മളുടെ അടുത്ത്. ഒരു എന്തുകൊണ്ട് വി നീഡ് ടു മൂവ് മോർ എന്ന് സയന്റിഫിക് ആയിട്ട് സാർ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യും. സാർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഡോക്ടർ ചീഫ് കൺസൾട്ടന്റ് ഫിസിക്കൽ മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആണ്. സാർ നമ്മുടെ ഓരോ മെമ്പേഴ്സിനും വേണ്ടിയിട്ടും ഒരു ഇൻസൈറ്റ് ഷെയർ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഓവർ ടു യു സർ. താങ്ക് യു ഉഷ. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം സാറേ. ഉഷ, എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചതെങ്കിലും എനിക്ക് ഇപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. വാട്ട് ഇസ് എക്സാക്ട്ലി ഇൻ ഉഷാസ് ആൻഡ് ആലിസ് മാംസ് മൈൻഡ്. നല്ല നോവൽ കോൺസെപ്റ്റ് ആണ്. ഞാൻ കുറച്ച് അതിൻ്റെ 1-2 സജഷൻസും ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളും പറയാം. ഞാൻ പലപ്പോഴും എൻ്റെ ലൈഫിലെ പല സ്റ്റോറീസും
ഷെയർ ചെയ്യാറുണ്ട്. ഹെൽത്തിന്റെ സ്റ്റോറി പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ വേറൊരു സ്റ്റോറി ഞാൻ ഇന്ന് പറയാം. അതായത് ഞാൻ സ്കൂളിൽ ലയോള സ്കൂൾ ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോൾ എത്ര ഒരു 10-15 മിനിറ്റ് ഉണ്ടോ ഉഷ എനിക്ക്? Yes, sir. 15 to 20 minutes, okay. ഓക്കെ. അപ്പം ലയോള സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സിലും ക്ലാസ് ലീഡർ ആയിരുന്നു. ക്ലാസ് ലീഡർ ആക്കാനുള്ള കാരണം ലയോളയിൽ അന്ന് തൊട്ടേ എലക്ഷനാണ്. അപ്പം ആരുടെയും പേര് ബോർഡിൽ എഴുതിയിടാത്ത ആളെ ക്ലാസ് ലീഡർ ആക്കും. പിന്നെ സാമാന്യം നല്ലപോലെ പഠിക്കുന്നത് കൊണ്ട് ടീച്ചർമാർക്കും പ്രത്യേകിച്ച് ഒരു എതിർപ്പ് കാണത്തില്ല. പക്ഷേ ഞാൻ 9th സ്റ്റാൻഡേർഡിലായപ്പോഴേ അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ എലക്ഷൻ നിൽക്കാൻ എല്ലാവരും കൂടെ എന്നെ പ്രേരിപ്പിച്ചു. അപ്പം അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ എലക്ഷന് നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മുടെ ഒരു വലിയൊരു അസംബ്ലി നടക്കുന്ന ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട് ലയോള കോളേജിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അതൊരു സ്റ്റേഡിയം പോലെയാണ്. അപ്പോൾ ഓഡിയൻസ് സിറ്റിംഗ് എബവ് യു. നമ്മൾ താഴെ ഒരു പുൾപിറ്റിൽ നിന്ന് സംസാരിക്കുന്ന പോലെ സംസാരിക്കും. അപ്പം ടോപ്പിക്ക് തലേദിവസമേ തന്നു. ജവഹർലാൽ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ടോപ്പിക്. അപ്പം ഞാൻ നല്ല മഗ്ഗിസ്റ്റാണ്, പഠിപ്പിസ്റ്റാണ്. അപ്പം എല്ലാം കാണാതെ പഠിച്ചു. തലേദിവസം വീട്ടിലിരുന്ന് എല്ലാം പറഞ്ഞു. നേരെ മുമ്പിൽ വന്നു. റെവറൻഡ് ഫാദർ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ജവഹർലാൽ നെഹ്റു ട്രോഫി ബോട്ട് റേസ്. സൈലൻസ്. പിന്നെ എല്ലാം മറന്നുപോയി. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. അതേസമയം കാണാതെ പഠിച്ചത് കൊണ്ട് ഒന്നും തന്നെത്താനെ അറിയാവുന്നൊന്നും വരുന്നുമില്ല. അങ്ങനെ കുറേ സമയം കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നു. കുറച്ച് പ്രയാസപ്പെട്ടു. ഒടുവിൽ അന്നത്തെ ഫാദർ CP വർക്കി പറഞ്ഞു, ഡോണ്ട് വറി യങ് മാൻ ഒക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ദിസ് ഹാപ്പൻഡ് ഇൻ 1979. 1996 എനിക്ക് ജോലി കിട്ടി. ഐ വാസ് ഓൾവേസ് അവോയ്ഡിങ് ഈ പബ്ലിക് സ്പീക്കിംഗ്. എങ്ങനെങ്കിലും അത് ഞാൻ എങ്ങനെ തീരുമാനിക്കും. ഡോക്ടറായിട്ടും നല്ല പൊസിഷനിലൊക്കെ വർക്ക് ചെയ്തെങ്കിൽ എവിടെയൊക്കെ സംസാരിക്കണോ അവിടുന്ന് ഞാൻ ഒഴിവാകും ആ സമയത്ത്. പക്ഷെ ഞാൻ കറുകച്ചാലില് അസിസ്റ്റന്റ് സർജനായിട്ട് ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ചെന്ന ദിവസം അവിടുത്തെ 27-ാം തീയതി ജോയിൻ ചെയ്യുന്നു. 30-ാം തീയതി അവിടുത്തെ ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന്റെ റിട്ടയർമെന്റ് ആണ്. അപ്പൊ റിട്ടയർമെന്റിന് അറിയാമല്ലോ, റൂറൽ PHCയിൽ റിട്ടയർമെന്റിന് എല്ലാവരും സംസാരിക്കണം, ഡോക്ടർമാരെല്ലാം സംസാരിക്കും. എന്നിട്ടൊരു പാർട്ടിയൊക്കെ നടത്തിയിട്ട് എല്ലാവരും കൂടെ വണ്ടി പിടിച്ച് സിസ്റ്ററിനെ വീട്ടിൽ കൊണ്ടാക്കും. അവിടെ പിന്നെയും സൽക്കാരം കാണും. പക്ഷെ എനിക്ക് ഈ സിസ്റ്ററിനെ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഞാൻ ഒറ്റ സെന്റൻസിൽ തീർത്ത ഒറ്റ ഇരിപ്പങ്ങിരുന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് വിചാരിച്ചു ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല. അപ്പം ഇത് പബ്ലിക് സ്പീക്കിംഗ് is supposed to be the second biggest fear in the world after the fear of heights. Fear of heights കഴിഞ്ഞ് സെക്കൻഡ് ബിഗസ്റ്റ് ഫിയർ ഇൻ ദ വേൾഡ് ആണ് ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. 3-ാമത്തെ ഉള്ളു വെള്ളം, 4-ാമത്തെ വൈൽഡ് ആനിമൽസ്, പാമ്പൊക്കെ. അപ്പം അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് വെരി സിമിലർ ടു വാട്ട് Usha has in mind through Disha. I also embarked on a journey to make myself a good public speaker. എനിക്ക് ഒരു 1000 പേര് 5000 പേരാണെങ്കിലും കുഴപ്പമില്ല, I can manage. അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം ഞാൻ ചെയ്തത് ഏലൂർ ലെൻഡിങ്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, മച്ച് സീനിയർ ടു മീ, ഹീസ് എ സൈക്കാട്രിസ്റ്റ് ആണ്, വെല്ലൂർ. So he told me, see, you go about this exactly as you did during your MBBS days. ആദ്യം തിയറി മനസ്സിലാക്കുക, അത് കഴിഞ്ഞിട്ട് try to put it into practice, get all the info, then practice. Perseverance, 99% perseverance and 1% inspiration എന്ന് പറയുന്ന പോലെ. അപ്പൊ ഞാൻ എല്ലാം ചെയ്തു തുടങ്ങി. ആദ്യം 5 ബുക്ക് എടുത്തു ഏലൂർ ലെൻഡിങ് ലൈബ്രറിയിൽ. അത് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് എത്രയോ പ്രാവശ്യം വായിച്ചു. പിന്നെ സ്പീച്ചസ് എഴുതി.
പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ ഒരു വൺ ഫൈൻ മോർണിംഗ് ഒരു വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. ദാറ്റ് വർക്ക്സ് വെൽ. സോ ദിസ് ഇസ് മൈ സ്റ്റോറി റിഗാർഡിങ് ഹൗ ടു അപ്രോച്ച് സംതിങ്. അതിൽ പല സ്ഥലത്ത് പറഞ്ഞു ഫിയർ. ഫിയർ കംസ് ഫ്രം, ഈവൻ പ്രോക്രാസ്റ്റിനേഷൻ കംസ് ഫ്രം ഫിയർ. ഓൾമോസ്റ്റ് എവറിഥിങ് കംസ് ഫ്രം ഫിയർ. ഫിയർ ആണ് നമ്മളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ദാറ്റ് ലീഡ്സ് അവർ ലൈഫ് ആൻഡ് prevents us from being successful. ആ ഫിയർ മാറ്റാൻ വേണ്ടി യു ഷുഡ് റിയലി ഹാവ് എ പ്ലാൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ. ഇനി ഒരു കാര്യം ഞാൻ ഒരു ഇതില് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഏർജൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് സോ ഏർജൻറ്റ്, നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഏർജൻറ്റ്, അങ്ങനത്തെ ഒരു സാധനം കണ്ടു. പക്ഷേ ഞാൻ ഏത് ബുക്കാന്ന് ഓർക്കുന്നില്ല. സ്റ്റീഫൻ ആർ കോവിയുടെ വൺ ഓഫ് ഹിസ് ബുക്സ് ഹി സേസ്, see, that does not tell you what you should do if you want to become a writer. That does not tell you what you should do if you want to become a good class. അപ്പൊ നമ്മൾ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഏർജൻറ്റ് വെച്ച് പോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് സമയം സെറ്റ് അസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഒത്തിരിയും പേര് പറയും, ഉഷ നല്ല മിടുക്കിയ, ഉഷയ്ക്ക് ഇതിനെല്ലാത്തിനും സമയം കണ്ടെത്താൻ പറ്റും, നമുക്ക് എവിടെ ഇരിക്കുന്ന സമയം. ഈ ഉഷ നല്ല മിടുക്കിയാണ് ഇസ് ബിക്കോസ് ഉഷയ്ക്ക് ഇതിന് സമയം കണ്ടെത്താൻ അറിയാവുന്നതുകൊണ്ടാണ് ഉഷ മിടുക്കി. അപ്പം ആ ടൈം കണ്ടെത്തുന്ന ഒരു ആ 4 ബ്ലോക്സിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സെൻട്രൽ ബ്ലോക്ക് ഷുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് സോ ഏർജൻറ്റ്, but maybe much more important than your urgency in future. ഇത് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നല്ല എളുപ്പമാണ്. നമ്മൾ കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുക. കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വരുന്ന പേഷ്യൻ്റ് അടിപിടിയായിരിക്കും, ആക്സിഡൻ്റ് ആയിരിക്കും, കുത്തായിരിക്കും, ഹൈ ഫീവർ ആയിരിക്കും, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, എല്ലാം നമുക്ക് പെടപെടാന്ന് ചെയ്തേ പറ്റും. പക്ഷേ it doesn't give you time to do something big, but you are going to appear for a major exam. So you need time to study. When you are in real life, you can't set aside a time at night. If you have a family, if you have kids, if you have a steady 9 to 5 job, if you have night duties, you don't get time like that. അപ്പൊ അതിനൊരു സമയം എവിടുന്നെങ്കിലും നമ്മൾ കണ്ടുപിടിച്ച് അത് എല്ലാ ഡിവൈസസും അണച്ചു വെച്ച ഒരു സമയവും കൂടെ കണ്ടെത്തും. എനിക്കറിയാം ഉഷ എന്നെ ഇത് പറയാനല്ല വിളിച്ചതെന്ന്. അപ്പം ഒരു ചലഞ്ചായിട്ട് there is something called 100 days of running challenge. എല്ലാ വർഷവും ഉണ്ട്. അത് ഓൾ ഓവർ ദ വേൾഡ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് എല്ലാ 100 ദിവസമുണ്ട്. Just like your 90 days, it is for 100 days. The 100 days, what you need to do is, you should walk at least 2 kilometers a day. Walk madi. At least 2 kilometers a day if you're walking. If you're not into walking, or if you're a deconditioned person, what you need to do is, you will have to spend somewhere around 25 minutes for the walk. ഒരു കിലോമീറ്റർ നടക്കാൻ 10-11 മിനിറ്റ് എടുക്കും സാധാരണ സ്പീഡിൽ നടക്കാൻ. പക്ഷെ റെഗുലർ വാക്കർ ആയതുകൊണ്ട് എനിക്കറിയാം. യു മേ നോട്ട് ബി ഏബിൾ ടു വാക്ക് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് 25 മിനിറ്റ്സ് നമുക്ക് വേറെ ഒരു പരിപാടിയില്ല. അപ്പം ദാറ്റ് സോർട്ട് ഓഫ് ട്രെയിൻസ് യു ഇൻ ടു ഡൂയിങ് സംതിങ് അതർ ദാൻ ബീങ് ഡിസ്ട്രാക്റ്റഡ്. അപ്പൊ ഈ വാക്ക് തന്നെ ഹെഡ്ഫോൺസ് വെച്ച് പാട്ട് കേൾക്കാതെ മൈൻഡ്ഫുൾ ആയിട്ട് നടക്കുകയും എൻവയൺമെന്റിനെ കുറിച്ചോ, ഈവൻ ഇഫ് യു ആർ വാക്കിംഗ് ഓൺ എ ട്രെഡ്മിൽ, യു ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട്. ഈ നമ്മുടെ ഇൻസ്പിറേഷൻ പലപ്പോഴും ക്രിയേറ്റീവ് പെർസ്യൂട്ട്സിനുള്ള ഇൻസ്പിറേഷൻ ഏർലി മോർണിംഗിലാണ് വരുന്നത്. അതിന്റെ ആക്ച്വൽ റീസൺ അറിഞ്ഞുകൂടാ. പ്രോബബ്ലി ബിക്കോസ് യുവർ സിസ്റ്റം ഇസ് ഫുള്ളി റെസ്റ്റഡ്, യുവർ സ്ലീപ്പ് ഇസ് ഗ്രേറ്റ്. അപ്പം നമ്മൾ എപ്പോഴും പില്ലേഴ്സ് ഓഫ് ലോഞ്ചിവിറ്റിയിൽ പറയുന്ന പോലെ, ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ഓൾ ദീസ് തിങ്സ് റൈറ്റ്, യു ഹാവ് ടു ഗെറ്റ് യുവർ സ്ലീപ്പ് ഓൾസോ റൈറ്റ്. അപ്പൊ 5 മെത്തേഡ്സ് ഓഫ് ഗെറ്റിംഗ് എ ഗുഡ് സ്ലീപ്പും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. One is regularity. You should go to sleep at the same time and get up at the same time. Second one is have your dinner at least 3 hours before going to sleep. Third one is no coffee after 5 p.m.
fourth one is, as much as possible, don't have alcohol in the evening. അഞ്ചാമത്തത്, you should sleep in a very dark environment. ആറാമത്തത്, കംപ്ലീറ്റ് ലൈറ്റ്സ് ഓഫ്, അല്ലെങ്കിൽ അവിടെ പാമ്പിനെ കണ്ടു, ബാത്റൂമിൽ ലൈറ്റ് ഇട്ടേക്കാം, കട്ടിലിന് അടിയിൽ ഒരു സ്വിച്ച്, അതൊന്നും വേണ്ട. ആറാമത്തത്, there should be no sound distractions. If somebody wants to watch TV, they should use a headphone. And last but not the least is, no device 1 hour before going to sleep. No device immediately after waking up also. നമ്മൾ രാവിലെ 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ഉടനെ വാട്സാപ്പ് നോക്കി ആരെങ്കിലും മരിച്ചുപോയ ഒരു വാർത്ത അറിയുന്നതിനെ കാട്ടി 6:30 അറിഞ്ഞാലും കുഴപ്പമില്ല, എത്ര ഇമ്പോർട്ടന്റ് ആളാണെങ്കിലും. അല്ലെങ്കിൽ അവർ നമ്മളെ വിളിച്ചോളുമല്ലോ, ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാനോ വല്ലോ ആണെങ്കിൽ നമ്മളെ ഫോൺ ചെയ്തോ. So these are the things that you need to sort of master to get a good sleep. And wish you all the best with your endeavor. ഞാനും എൻ്റെ കുറച്ച് കാര്യങ്ങൾ പോളിഷ് ചെയ്യാൻ ഞാൻ ഈ 90 days എടുക്കാം. I'll share what I'm trying to do also. Thank you, Usha. Sure. Thank you, sir. Alice ma'am. Thank you, sir. നമ്മള് എൻഡിലോട്ട് വരികയാണല്ലേ, നമ്മുടെ പ്രോഗ്രാമിന്റെ എൻഡിലോട്ട് വരികയാണ്. ഇതിന് ആർക്കെങ്കിലും ഉഷ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലേ? ഉഷ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. ആ, അതെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറ് നമ്മൾ പറഞ്ഞില്ലേ, അതായത് തോട്ട്, ഇമോഷൻ, ആക്ഷൻ, ഇതിന് മൂന്നിനെയും കൂടി അഡ്രസ് ചെയ്തിട്ടാണ് ശങ്കർറാം സാർ നമ്മളടുത്ത് സംസാരിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതില് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഫിയർ തന്നെയാണ്. അതായത് ഇമോഷൻ എന്ന് പറയുന്നത് അതില് ഏറ്റവും, അതായത് ലവും ഫിയറും ആണ് 2 ഇമോഷൻ നമ്മളെ കൺട്രോൾ ചെയ്യണേന്ന് പറയും. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യൂലേ, ഒരു ക്ഷീണവും ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ പുറകോട്ട് വലിക്കുന്നതിലെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളെ പേടി തന്നെയാണ്. അത് സാറ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. കാരണം പബ്ലിക് സ്പീക്കിംഗ് ഇസ് എബോവ് ദ ഡെത്ത് ഫിയർ എന്ന് പലപ്പോഴായിട്ട് നമ്മൾ പ്രചോദനയിലെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സാറ് പറഞ്ഞതുപോലെ പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് വളരെയധികം പേടിയുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ സാറിന്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രചോദനയിലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും അറിയാം. കാരണം ഡയബറ്റിക്സ് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന എന്നുള്ള ഒരു അവയർനെസ് നിന്നാണ് പ്രചോദനയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ. അപ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതായത് പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ എപ്പോഴും നല്ലത്. നമ്മൾ പറയും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. അപ്പൊ ഒരു മെഡിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരിക്കലും നമുക്ക് ആ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാൻ നമുക്ക് മടിയാണ്. അതിനൊരു മാറ്റം ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണമാണ് പ്രചോദന ദിശയിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളെ ഒരു ബെറ്റർ വേർഷൻ ആക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയണേ എയിം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ദിശയിൽ, ആ ഒരു ഡയറക്ഷൻസിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. താങ്ക് യു ശങ്കർ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. സാറിന്റെ വിലപ്പെട്ട സമയം ഞാൻ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തോട്ടെ മാഡം. പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇറ്റ് വുഡ് ഹെൽപ്പ്. ഇപ്പൊ തന്നെ 30 പേരിൽ കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഇത് കേൾക്കാൻ. പക്ഷെ 1-2 സജഷൻസ് കൊടുത്താൽ നന്നായിരിക്കും. ടു സ്റ്റാർട്ട് ഫ്രം ടുമോറോ ഇറ്റ്സെൽഫ്, I would say very simple suggestions like sleeping 6 hours a day. എല്ലാ ദിവസവും at least 6 hours. It is great if you can sleep 7 hours a day. പക്ഷെ എല്ലാ ദിവസവും ഒരു കിടന്ന് ഉറങ്ങുന്ന സമയം നോട്ട് ചെയ്യുക, എപ്പോഴാണ് എണീക്കുന്നതെന്ന് നോട്ട് ചെയ്യുക, അത് മാത്രം. അതൊന്ന്. പിന്നെ whether you are getting like how early you can have your dinner. അങ്ങനെ 2 വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മതി. ആൻഡ് മേ ബി ലൈക്ക് അതിനകത്ത് മൂവ് എന്നൊരു സാധനം ഉള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് put in a little bit of exercise every day, either going to the gym or doing something, gardening. എന്തെങ്കിലും ചെയ്യാം സാറേ. കാരണം ഇപ്പൊ മഴക്കാലത്തൊക്കെ നടക്കാൻ പോകാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ മറ്റേ യൂട്യൂബിൽ ഒരു 30 minutes വാക്ക് ഉണ്ട്, ഹോം. അത് നല്ല ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ മൂവ്മെന്റ് മഴ സമയത്ത് നടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, ആ സമയത്ത് അതാണ് ചെയ്യാം.
അല്ലെങ്കിൽ നമ്മൾ ഒരാൾ സ്പിരിച്വൽ പെർസ്യൂട്ട്സ്, കുറെ മെന്റൽ പെർസ്യൂട്ട്സ്, കുറെ അല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു ഒരു ഒരു ടീമായിട്ട് പറ്റത്തില്ല. നേരത്തെ ഉഷ എക്സാമ്പിൾ പറഞ്ഞ പോലെ അത്ലറ്റിക്സ് ചെയ്യുമ്പോൾ എല്ലാവരും അത്ലറ്റിക്സ് തന്നെ ചെയ്യണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Okay, sir. ആൻഡ് ഈറ്റിംഗ് മൈൻഡ്ഫുള്ളി ഓൾസോ. ജസ്റ്റ് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒരു ദിവസം എത്ര ഹെൽത്തി ഫുഡ് കഴിച്ചു, ഒരു ദിവസം എത്ര അൺഹെൽത്തി ഫുഡ് കഴിച്ചു മാത്രം എല്ലാവരും ഓർത്താൽ മതി, മനസ്സിൽ ഓർത്താൽ മതി. അതെ. താങ്ക് യു. അതൊന്ന് എഴുതി വെക്കുകയും കൂടി ചെയ്യാണെങ്കിൽ വളരെ നല്ലതാ പറ്റുകയാണെങ്കിൽ. കാരണം വെച്ചാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അതെ. അത് സാധിക്കും. അല്ല, അത് റിട്ടേൺ ആയിട്ട് കാണുന്ന സമയത്ത് നമ്മൾ എത്ര അത് കുറച്ച് കൊണ്ടുവന്നു, അല്ലെങ്കിൽ എത്ര നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടി, എന്നാലും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. ഡാറ്റ കിട്ടും നമുക്ക്. ഓട്ടോമാറ്റിക്കലി യു വിൽ ഇംപ്രൂവ് ഓൾസോ അതെ. once you start doing it. ഓക്കെ, Thank you. താങ്ക് യു പാർട്ടിസിപ്പൻസ്. നിങ്ങൾ ഓരോരുത്തരെയും, അതായത് എന്നുവെച്ചാൽ പ്രചോദനയുടെ 10 വർക്ക്ഷോപ്പും ചെയ്തവർക്കൊക്കെ ഒരു അവാർഡ് കൊടുക്കണം. ഇവരിങ്ങനെ കൂടെ ഉള്ളതാണ് പ്രചോദനയുടെ ഏറ്റവും വലിയൊരു പ്രചോദനം എന്ന് പറയുന്നത്. പ്രചോദനം ബൈ പ്രചോദനയിൽ അല്ലാത്തവരുണ്ട്. അപ്പൊ എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടോ? ചാറ്റില് നമ്പർ ഇട്ട് തരാട്ടോ. 9526844911. ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഗ്രൂപ്പില് അമൃത റെക്കോർഡിംഗ് യൂട്യൂബില് വരും കേട്ടോ. അപ്പൊ ആർക്കും സംശയങ്ങൾ ഇല്ലാലോ. നമുക്ക് സെപ്റ്റംബർ 5 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം തന്നെ ചെയ്യണത്, നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അതിലേക്ക് ഡൂവബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ എന്താണ് ബെറ്റർമെന്റ് കൊണ്ടുവരാൻ പോകുന്നത്. കാരണം നമ്മൾ സദ്യ എന്തുകൊണ്ടാണ് നമുക്ക് വിളമ്പി തരുന്നത്? ഓരോരുത്തരുടെയും ടേസ്റ്റ് പലതായിരിക്കും അല്ലെ. അതേപോലെ നമ്മുടെ ബോഡിയെ എൻഹാൻസ് ചെയ്യാനുള്ള 10 ആക്ടിവിറ്റീസും, നമ്മുടെ മൈൻഡിനെ ബെറ്റർ ആക്കാനുള്ള 10 ആക്ടിവിറ്റീസും, നമ്മുടെ സോൾ സ്പിരിറ്റിനെ ബെറ്റർ ആക്കാനുള്ള 10 ആക്ടിവിറ്റീസും തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ ഉചിതമായിട്ട് തോന്നുന്നത്, വാട്ട് ഈസ് യുവർ പർപ്പസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും സെലക്ട് ചെയ്യാം. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Okay, thank you. If any doubt, you can contact. Okay, good night. Good night. Good night. Night.